ഏഷ്യ കപ്പ് 2025 പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം വാങ്ങി. പക്ഷേ ഒരു പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്നും തങ്ങൾക്ക് ഈ ഏഷ്യ കപ്പ് വേണ്ട എന്ന് ഇന്ത്യൻ ടീം തീരുമാനിക്കുന്നു, ഇന്ത്യ തീരുമാനിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അനുകൂലിച്ച് പറയുന്നുണ്ട്, പ്രതികൂലിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇന്ത്യയുടെ ഈ ഒരു നിലപാടിനെ അനുകൂലിച്ച് കമൻ്റ് ഇട്ടിരിക്കുന്ന ഒരാളാണ്, ഭാരതത്തെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങരുത്, ശരിയായ നിലപാടാണ്. സൂര്യകുമാറും ടീം ഇന്ത്യയും എടുത്ത നിലപാടിനൊപ്പം ആണെന്നാണ് പറഞ്ഞത്. ഒട്ടുമിക്ക പേർക്കും, ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഈ ഒരു നിലപാടാവാനാണ് സാധ്യത. കുറച്ച് പേർക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില അഭിപ്രായങ്ങളുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഇന്ത്യയെ മോശമാക്കിക്കൊണ്ടല്ല, എങ്കിലും ആ അഭിപ്രായം കൂടി നോക്കാം. ഇതിനെക്കുറിച്ച് ഈ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? പക്ഷെ അത് മേടിക്കണമായിരുന്നു, നമ്മളെ തള്ളിപ്പറഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് മേടിക്കണമായിരുന്നു, അവൻ്റെ റിയാക്ഷൻ കാണണമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു കാര്യമാണ് കേട്ടോ. ടീം അദ്ദേഹത്തിൽ നിന്ന് ആ ട്രോഫി അങ്ങ് ഏറ്റുവാങ്ങുമ്പോൾ ഒരു ചമ്മൽ ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഒരു പല്ലുകടി ഉണ്ടാകുമല്ലോ. അത് ട്രോഫി ഏറ്റുവാങ്ങുന്നത് കാണുമ്പോൾ ഒന്നില്ല കുറേ പേർക്കുണ്ടാകുന്ന ആ ഒരു അമർഷം, അതും നമ്മുടെ വിജയം തന്നെയാണ്. ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധമാണ് അത് തിരസ്കരിച്ചു എന്നുള്ളത്. അതിനോട് ഞാൻ ഇന്ത്യയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ക്കാൻ ഇടവരുത്തി പാകിസ്ഥാൻ. അതിനെതിരെ ഇന്ത്യ ശക്തമായിട്ട് പോരാടി ഓപ്പറേഷൻ സിന്ദൂർ. ഇതൊന്നും ഇന്ത്യക്കാരായ ആരും മറക്കില്ല, മരണം വരെ മറക്കില്ല. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചടിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ്റെ ഈ പ്രവൃത്തികളോടുള്ള ഇന്ത്യയുടെ അമർഷമാണ് ഈ കപ്പ് ബഹിഷ്കരിക്കൽ, അതിൽ മറ്റൊന്നുമില്ല. പ്രവൃത്തിയിലൂടെ ഇന്ത്യ വിജയിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മളോട് വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു മന്ത്രിയിൽ നിന്നും നമ്മൾ ട്രോഫി വാങ്ങിയില്ല. എല്ലാം ആ രാജ്യത്തിനോടുള്ള ഒരു അമർഷത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കണ്ടത്, ഇതിനേക്കാളും വലിയ യുദ്ധങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുപാട് ജീവനുകളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള കളികൾ നടന്നപ്പോഴൊന്നും ടീം അംഗങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. കളികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അവിടെ തീരും. കളിക്ക് ശേഷം ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഇതൊരു ഗെയിമാണ്, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആരെയും അനുകൂലിക്കുന്നില്ല. ഈ അഭിപ്രായത്തെ ഞാൻ വരും തലമുറയ്ക്ക് വൈരാഗ്യമുണ്ടാക്കി നൽകുകയേ ഉള്ളൂ എന്നാണ് ഒരാളുടെ അഭിപ്രായം. ഇങ്ങനെയുള്ളവരോടൊരു കാര്യം പറയാം, ഇത് കളികൾക്കിടയിലുള്ള പ്രശ്നമല്ല. കളികൾക്കിടയിലുള്ള പ്രശ്നമാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. പക്ഷേ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട പ്രശ്നമാണ്. പട്ടാളക്കാർ നമുക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്, ഇന്ത്യക്കാരുടെ. ഇവിടെ വരും തലമുറയുടെ വൈരാഗ്യത്തിൻ്റെ എന്ത് പ്രശ്നമാണ് ഉള്ളത്? വരും തലമുറ ഇതൊക്കെ കണ്ടു തന്നെയാണ് വളരുന്നത്. ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആരുടെ കൂടെ നിൽക്കണമെന്ന് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് നന്നായിട്ടറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞാനും കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യ, ഓരോ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യ. അതുകൊണ്ട് തലമുറകൾക്ക് അത് തനിയെ മനസ്സിലായിക്കോളൂ അവരാരുടെ കൂടെ നിൽക്കണമെന്ന്. ജീവൻ വരെ പണയം വെച്ച് അതിർത്തിയിൽ നിൽക്കുന്ന, നമുക്ക് വേണ്ടി രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരെ കണ്ട് അവർ പഠിച്ചോളും. വരും തലമുറയ്ക്ക് വൈരാഗ്യം ഉണ്ടാക്കാതെ പിന്നെ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വരുന്നവരെ സദ്യയിട്ട് വിളമ്പണമെന്നാണ് പറയുന്നത്. വരും തലമുറയെ നശിപ്പിക്കുന്ന ഒരുപാട് അനീതികൾ പുറകെ വേറെ നടക്കുന്നുണ്ട്. അത് പോയി ആദ്യം നന്നാക്കിയിട്ട് വാ, എന്നിട്ട് രാജ്യത്തിൻ്റെ ഈ ഒരു പ്രശ്നം പറയാം. അപ്പോൾ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ എല്ലാം സ്വീകരിച്ചിട്ട് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുക, അതാകുമ്പം വരും തലമുറയ്ക്കൊരു മാതൃകയാകുമല്ലോ. ഇയാളിതിൽ പറയുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തീരേണ്ട കാര്യങ്ങളല്ല കുറച്ച് നാൾ കൊണ്ട് ഇന്ത്യയിൽ അരങ്ങേറിയത്, അറിയാമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് ഇതൊക്കെ വെറ്റിത്തരങ്ങളൊക്കെ വിളിച്ചു പോകാതിരുന്നു. ട്രോഫി വാങ്ങിയാലും ഇല്ലെങ്കിലും ഇന്ത്യ വിജയിച്ചു, പാകിസ്ഥാനെ തോൽപ്പിച്ചു. അതൊരു എഴുതപ്പെട്ട സത്യമല്ലേ. പിന്നെ എന്തിനാണ് വെറുതെ ഇരുന്ന് അവരും തലമുറയ്ക്ക് വൈരാഗ്യത്തിൻ്റെ കാര്യം പറയേണ്ട? അതൊക്കെ വൈരാഗ്യമൊക്കെ അവർക്ക് തനിയെ ഉണ്ടായിക്കോളും. രാജ്യസ്നേഹമുള്ളവർക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ വൈരാഗ്യം ഉണ്ടായിക്കോളും. സ്വന്തം അമ്മയെ വെട്ടി മുറിവേൽപ്പിച്ച ഒരുത്തൻ മുന്നിൽ നിൽക്കുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി മാതൃക കാണിക്കാനായിട്ട് കയറി അകത്ത് തപസ്സിരിക്കുമോ ഇയാൾ? ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യ, നമ്മുടെ അമ്മയാണ് ഇന്ത്യ.
അതുകൊണ്ട് ആ അമ്മയുടെ സംരക്ഷണത്തിൽ ഇരുന്നു കൊണ്ട് വരും തലമുറയ്ക്ക് ഇതുപോലുള്ള വളരെ വിലപ്പെട്ട പ്രചോദനങ്ങളൊന്നും നൽകാതിരിക്കുക, ഇതുപോലുള്ള നിലപാടുകളൊന്നും കാണിക്കാതിരിക്കുക. ഭാരത് മാതാ കി ജയ്. താങ്ക് യു ഫോർ വാച്ചിങ്.